ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വ്യാപിക്കുമ്പോൾ ഇറാനുമായി നിഴൽ യുദ്ധത്തിലുള്ള ഗാസയിലെ ഹമാസും യമനിലെ ഹൂത്തികളും ജൂതരാഷ്ട്രത്തെ ബഹുമുഖ ആക്രമണത്തിലേക്കാണ് നയിക്കുന്നത്. ഞായറാഴ്ച ഇസ്രായേൽ ഇറാന്റെ പ്രതികാര നടപടികളെ നേരിടുമ്പോൾ ഹൂത്തികളും ഹമാസും പുതിയ ആക്രമണങ്ങൾ ആരംഭിച്ചു. ഇത് മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സംഘർഷത്തിന് കാരണമായി. ഇതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ പ്രദേശങ്ങളിലൊന്നിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും താരതമ്യേന സ്വയം സംരക്ഷിതമായി നിലനിന്നിരുന്ന രാജ്യം ഇപ്പോൾ വർദ്ധിച്ചുവരുന്ന മരണസംഖ്യയാണ് അഭിമുഖീകരിക്കുന്നത്. ഈ ആഴ്ച ഇറാന്റെ പ്രതികാര നടപടികളിൽ 10 സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ശനിയാഴ്ച ഇറാന്റെ ഊർജ്ജ വ്യവസായത്തെയും പ്രതിരോധ മന്ത്രാലയത്തെയും ആക്രമിച്ചതായി ഇസ്രായേൽ പറഞ്ഞു. ഒരു ഇന്ധന ഡിപ്പോ കത്തിച്ചു. ഇറാന്റെ സൈനിക ആണവ ലക്ഷ്യങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ആരംഭിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ആക്രമണമുണ്ടായത്. ഇറാനിയൻ സൈന്യത്തിലെ ഉന്നതരെ ഇല്ലാതാക്കി. ഇതിന് മറുപടിയായി ഇറാൻ ഓപ്പറേഷൻ ടു പ്രോമിസ് 3 ആരംഭിച്ചു. അതിന്റെ കീഴിൽ രാജ്യതലസ്ഥാനമായ ടെൽ അവീവ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ പ്രദേശത്തേക്ക് മിസൈലുകളുടെ ഒരു ആക്രമണം അഴിച്ചുവിട്ടു. ഞായറാഴ്ച രാവിലെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ആയുധ ഫാക്ടറികൾക്ക് സമീപം താമസിക്കുന്ന സാധാരണക്കാർക്ക് ഒഴിഞ്ഞുമാറാൻ ഉത്തരവ് ലഭിച്ചു. ഇസ്രായേലിലേക്ക് 70 മിസൈലുകൾ തൊടുത്തുവിട്ടതിനെ തുടർന്ന് രാജ്യം തിരിച്ചടിച്ചു. അവയിൽ പലതും വ്യോമ പ്രതിരോധത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. ഇറാനിയൻ മിസൈൽ വടക്കുള്ള ഒരു ശുദ്ധീകരണശാലയിൽ പതിക്കുകയും ഗലീലി കടലിനടുത്തുള്ള പലസ്തീൻ ഭൂരിപക്ഷ പട്ടണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ടെൽ അവീവിന് തെക്ക് ബാറ്റ് യാമിലെ ഒരു ബഹുനില അപ്പാർട്ട്മെന്റ് ബ്ലോക്കിന്റെ ഒരു ഭാഗവും ആക്രമണത്തിൽ തകർന്നു. രാജ്യം നേരിട്ട ഏറ്റവും വലിയ മിസൈൽ ആക്രമണമായിരുന്നു ഇതെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ മുഴുവൻ അഗ്നിപരീക്ഷയിൽ നിന്നുള്ള നാശനഷ്ടങ്ങൾ നിരവധി ഇസ്രായേലികളെ ഞെട്ടിക്കുന്നതായിരുന്നു. രാത്രിയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സൈനിക കൈമാറ്റം വഷളായി. ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടായി. സിവിലിയന്മാർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു. ആഗോള നേതാക്കൾ മിഡിൽ ഈസ്റ്റേൺ മേഖലയിലേക്ക് പടരുന്ന 2 ശത്രുക്കൾ തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചതോടെ സംഘർഷം ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞായറാഴ്ച ഇസ്രായേലി ആക്രമണങ്ങളിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളുടെ ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് കാസിം കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇരുവശത്തും മരണസംഖ്യ വർദ്ധിച്ചു. വെള്ളിയാഴ്ച നടന്ന മുൻകരുതൽ ആക്രമണത്തിന് പ്രതികാരമായി വാരാന്ത്യത്തിൽ ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ തിരമാലകൾ അഴിച്ചുവിട്ടു. കുട്ടികൾ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെടുകയും മൊത്തം മരണസംഖ്യ 13ആയി ഉയരുകയും 380 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം വെള്ളിയാഴ്ച മുതൽ ഇസ്രായേലി ആക്രമണങ്ങളിൽ കുറഞ്ഞത് 230 പേർ കൊല്ലപ്പെട്ടതായി ഇറാന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.